ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് എഗെയിൻ ഒരു മീഷോ ഹോൾ വീഡിയോ ആയിട്ടാണ്. കുർത്തീസിൻ്റെയും കുർത്തി സെറ്റിൻ്റെയും ഹോൾ വീഡിയോ ആണ്. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കാണെങ്കിൽ അറിയാം, കുറച്ച് ഡേയ്സ് ആയിട്ട് ഞാൻ ഷോർട്സ് ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഹോൾ വീഡിയോൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയ ഉടനെ ചെയ്യുന്ന ഒരു വീഡിയോ അല്ല. അത് ഓൾറെഡി ഞാൻ ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ലൈക്ക് പ്രോഡക്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞ് അൺബോക്സ് ചെയ്തപ്പോൾ ഈ പ്രോഡക്റ്റ്സ് എങ്ങനെയാണെന്നുള്ളത്. പക്ഷെ ഇന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ എന്ന് പറയുന്നത് ഇതെല്ലാം വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള റിസൾട്ട്സ് ആണ്. നമുക്കറിയാം, നമുക്ക് ചിലപ്പോൾ കയ്യിൽ കിട്ടുമ്പോഴത്തേക്കും കോട്ടൻ്റെ ആണെങ്കിലും റയോണിൻ്റെ ആണെങ്കിലും വിസ്കസ് റയോൺ മെറ്റീരിയൽ ആണെങ്കിലും ഒക്കെ നല്ല സൂപ്പറായിട്ടൊക്കെ ഉണ്ടാവും. പ്രിൻസ് ഒക്കെ അടിപൊളിയായിരിക്കും. അതിൻ്റെ ഡിസൈനിലൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരിക്കാം. ബട്ട് ചിലപ്പോൾ നമ്മൾ എവിടെയെങ്കിലും ഇട്ടുകൊണ്ട് പോയതിന് ശേഷം അത് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചിലപ്പം മെറ്റീരിയൽ ചുരുങ്ങിപ്പോയിട്ടുണ്ടാവും. എസ്പെഷ്യലി കോട്ടൺ മെറ്റീരിയൽ ആകുമ്പോഴത്തേക്കും ഷ്രിങ്കേജ് ഉണ്ടാവാം, അതിൻ്റെ കളർ ഫെയ്ഡ് ആവാം, പ്രിൻസിൻ്റെ കളർ ഫെയ്ഡ് ആവാം. അപ്പോൾ പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ട് വരും. ഇത് ഞാൻ മെയിൻലി പറയാനുള്ള കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വാങ്ങിയിട്ടുള്ള കുർത്തി സെറ്റ്സ് എല്ലാം എൻ്റെ ഒരു 400 അതിൽ ഒരെണ്ണം മാത്രമാണ് ഈ ഒരു 300 അപ്പോൾ ബാക്കി എല്ലാം 300 ബിലോ വരുന്ന പ്രോഡക്റ്റ്സ് ആണ്. അപ്പോൾ ഇത്രയും വിലക്കുറവിൽ നമുക്ക് പ്രോഡക്റ്റ്സ് കിട്ടുമ്പോഴത്തേക്കും ചിലപ്പോൾ കിട്ടുമ്പോൾ നന്നായിട്ടിരുന്നിട്ട് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും പിന്നെ അത് യൂസ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ളതാണോ എന്നൊക്കെ ഉള്ളൊരു കൺഫ്യൂഷൻ എന്തായാലും എല്ലാവർക്കും ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ടാണ് ഞാനൊരു ആഫ്റ്റർ വാഷ് വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. അപ്പോൾ ഒരു 3 കുർത്തീസ് ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 കുർത്തീസും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ നോ ഫർദർ ഡിലേ, ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. സോ ഫസ്റ്റ് കുർത്തി വന്നിട്ട് ദാ ഈ ഒരു ബ്ലാക്ക് കുർത്തിയാണ്. ഇതിലൊരു വൈറ്റ് പ്രിൻസ് ആണ് വന്നിട്ടുള്ളത്. കണ്ടോ, ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഷോർട്സിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിത് ഓഫീസിൽ വെയർ ചെയ്ത് പോവുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ വാഷ് ചെയ്തതിന് ശേഷമാണ്. ഇതിന് യാതൊരു തരത്തിലുള്ള ഷ്രിങ്കേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടുണ്ടായിരുന്നില്ല. പ്യുവർ റയോൺ മെറ്റീരിയലാണ് ഇതിൻ്റെ വന്നിട്ടുണ്ടായിരുന്നത്. ജെറ്റ് ബ്ലാക്ക് ഷെയ്ഡ് തന്നെയാണ്. അതാണ് ഇത് കുറച്ചുകൂടി അട്രാക്റ്റീവ് ആവുന്നത്. നമുക്ക് ആ പിക്ചറിൽ സൈറ്റിൽ ഞാൻ ഇവിടെ കൊടുത്തേക്കാം, സൈറ്റിൽ എങ്ങനെയാണ്. അതുപോലെ എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴത്തുള്ള വീഡിയോ ഞാൻ ഇതിൻ്റെ കൂടെ തന്നെ ഷെയർ ചെയ്തേക്കാം. അപ്പോൾ അതിലെങ്ങനെയായിരുന്നു അതുപോലെ തന്നെയായിരുന്നു എൻ്റെ കയ്യിൽ കിട്ടിയപ്പോഴും ഈ പ്രൊഡക്റ്റ് ഉണ്ടായിരുന്നത്. പിന്നെ റയോൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇട്ട് കഴിയുമ്പോൾ നല്ലൊരു കൂളിംഗ് ഫീലാണ്. കൂടുതലും ഇത് സമ്മറിൽ വെയർ ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് സ്ലീവ്ലെസ് ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഉള്ളിൽ സ്ലീവ് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ ഇത് സ്ലിറ്റഡ് ആണ് പാറ്റേൺ. കണ്ടോ, സ്ലിറ്റഡ് പാറ്റേൺ ആണ്. റൗണ്ട് നെക്കാണ്. ഒരു നോർമൽ കുർത്തി. കണ്ടോ, സീ ത്രൂ ആണോ എന്ന് ചോദിച്ചാൽ ചെറുതായിട്ടേ ഉള്ളൂ. എന്നാലും ഇതിൻ്റെ ഉള്ളിലെ ക്യാമിസോൾ വെയർ ചെയ്തില്ല എന്ന് ഓർത്തിട്ട് ഇഷ്യൂസ് ഒന്നും ഇല്ലാത്തൊരു കൈൻഡ് ഓഫ് മെറ്റീരിയലാണ്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നതാണ്. പ്രൈസാണ് ഏറ്റവും അട്രാക്റ്റീവ്. 215 രൂപ ഈ ഒരു ടോപ്പിന് എനിക്ക് പ്രൈസ് ആയിട്ടുണ്ടായിരുന്നുള്ളൂ. ആ ഒരു പ്രൈസിന് ഈ കുർത്തി എന്ന് പറഞ്ഞാൽ ശരിക്കും വെർത്താണ്. അപ്പോൾ കോളേജൊക്കെ പോകുന്ന പെൺകുട്ടികൾക്കൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് ഈ ഒരു കുർത്തി എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ സൈസ് ആണെങ്കിൽ നമ്മുടെ എക്സാക്ട് സൈസ് എടുത്താൽ മതി. ഒരു സൈസ് കൂടുതലോ കുറവോ ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല. ഇത് കറക്റ്റ് ഫിറ്റിൽ കിട്ടുന്ന ഒരു കുർത്തിയാണ്. പിന്നെ ഇതിൻ്റെ കൂടെ പെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് പലാസോ ആയിരുന്നു. ഇതാണ് പലാസോ വരുന്നത്. ഇതും റയോൺ മെറ്റീരിയലാണ്. ഇതിൻ്റെ എൻഡിലായിട്ട് ഇതുപോലത്തെ ലേസ് വർക്കൊക്കെ വന്നിട്ടുണ്ട്. കണ്ടോ, അതാണ് ഇതിൻ്റെ ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് 199 പ്രൈസ് ആയിട്ടുള്ളൂ. ഇതും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ട് യാതൊരു പ്രശ്നമില്ല. ഷ്രിങ്കേജോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഇതുപോലെ ഇവിടെ ഇത് ഫുള്ളി ഇലാസ്റ്റിക് ആണ് വേസ്റ്റ് വരുന്നത്. ഇവിടെ ഒരു നോട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ടൈറ്റ് ചെയ്യണമെങ്കിൽ ടൈറ്റ് ചെയ്യാം. ഇത് വാങ്ങിയിട്ടുണ്ടായിരുന്ന സൈസ് എന്ന് പറയുന്നത് ലാർജ് സൈസിലായിരുന്നു വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അതായത് 34ലാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് രണ്ടും കൂടി ആണ് ഇത് സെപ്പറേറ്റ് ആണ്. ബട്ട് ഞാൻ ഇത് രണ്ടും കൂടിയാണ് പെയർ ചെയ്യുന്നത്. അപ്പോൾ ഇത് രണ്ടും കൂടി പെയർ ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ കാണിച്ചു തരാം. അപ്പം ഫസ്റ്റ് സെറ്റ് വരുന്നത് ഇതാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു കുർത്തി സെറ്റാണ്. ടോപ്പ് ആൻഡ് ബോട്ടം ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഇതും ഞാൻ വാഷ് ചെയ്തു. ഇത് കോട്ടൺ ബ്ലെൻഡ് ആണ് മെറ്റീരിയൽ വരുന്നത്. ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് 398 റുപ്പീസാണ്. ഇതാണ് ഒരെണ്ണം എബവ് 300 റേഞ്ച് വന്നിട്ടുണ്ടായിരുന്നത്. ഇതിൻ്റെ മെറ്റീരിയൽ കോട്ടൺ ബ്ലെൻഡ് എന്നായിരുന്നു കൊടുത്തിരുന്നത്. ഏകദേശം കോട്ടൺ പോലെ. പിന്നെ എനിക്കൊരു കാര്യം പറയാനുള്ളത്, ഞാൻ ഫ്ലിപ്കാർട്ടിൽ നിന്നും ഇതുപോലെ കോട്ടൺ ബ്ലെൻഡ് മെറ്റീരിയൽ എന്ന് പറഞ്ഞിട്ട് ആക്ച്വലി കോട്ടൺ ബ്ലെൻഡ് എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ മനസ്സിൽ ഏകദേശം കോട്ടൺ പോലെ എന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പക്ഷെ അത് ഒരു പോളിസ്റ്റർ കൈൻഡ് ഓഫ്
മെറ്റീരിയലാണ്. അപ്പോൾ ഞാൻ അതുപോലെ ആയിരിക്കും ഈ കുർത്തി എന്ന് കരുതിയാണ് ഇത് ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ഇത് അങ്ങനെയല്ല, ഇത് എന്താണ് കോട്ടൺ പോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഇത് വാഷ് ചെയ്തപ്പോഴത്തേക്കും കുറച്ച് ചുരുങ്ങിയിട്ടുണ്ട്. ഇത് പിന്നെ നമ്മുടെ സൈസിനെക്കാട്ടിലും ഒരു സൈസിൽ ചെറുതാണ് വാങ്ങേണ്ടത്. കാരണം എനിക്കിത് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്ന ലാർജ് സൈസ് ആണെങ്കിലും ഈ ബ്ലാക്ക് കുർത്തിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെനിക്ക് ഭയങ്കര ലൂസ് ഫിറ്റിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് ഞാൻ വിടുത്തി കാണിച്ചു തരാം. കണ്ടോ, ഇത് അതുപോലെ തന്നെ ഇത് നമുക്ക് എന്താണ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അയൺ ചെയ്യേണ്ടി വരും. ബട്ട് ഞാൻ പ്രീവിയസ് കാണിച്ച മെറ്റീരിയലിൻ്റെ കുർത്തി നമുക്ക് അയൺ ചെയ്യേണ്ടത് ജസ്റ്റ് നന്നായിട്ടൊന്ന് കുടഞ്ഞ് അഴയിലിട്ട് ഉണക്കി എടുത്തിട്ടുള്ളതാണെന്നുണ്ടെങ്കിൽ അത് പിന്നെ അയൺ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത ഇത് കണ്ടോ, ഒരു ഹോൾട്ടർ നെക്ക് പോലത്തെ ഒരു പാറ്റേൺ, അതായത് ഫ്രണ്ടിലത്തെ പോർഷൻ കുറച്ച് കയറിയാണ് ഇതിൻ്റെ വരുന്നത്. നല്ലൊരു എംബ്രോയിഡറി മിറർ വർക്ക് ഒക്കെ വന്നിട്ടുള്ളൊരു കുർത്തിയായിരുന്നു ഇത്. ഇതും സ്ലിറ്റഡ് ആണ് പാറ്റേൺ വരുന്നത്. ഇതും വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ചെറുതായിട്ട്, ഒരുപാട് അങ്ങ് ചുരുങ്ങിയെന്നല്ല, ബട്ട് കളർ ഫെയ്ഡിങ്ങും കാര്യങ്ങളും ഒന്നും ഉണ്ടായില്ല. ചെറുതായിട്ടൊരു ഷ്രിങ്കേജ് ഈ മെറ്റീരിയലിന് വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ ഇതിൻ്റെ ബോട്ടം വരുന്നത് ഇങ്ങനെയാണ്. ഫ്രണ്ടിൽ പടി വന്നിട്ട് ബാക്കിൽ ഇലാസ്റ്റിക് വരുന്ന കൈൻഡ് ഓഫ് ഒരു ബോട്ടാണ്. രണ്ട് സൈഡിലും പോക്കറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. കണ്ടോ, സിഗരറ്റ് ബോട്ടം കൈൻഡ് ഓഫ് ബോട്ടമാണ് വരുന്നത്. ഇതിൻ്റെ എൻഡിലായിട്ട്, അതായത് ഈ ബോട്ടത്തിൻ്റെ എൻഡ് പോർഷനിൽ ഒരു സ്ലിറ്റും വരുന്നുണ്ട്. അപ്പം ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഒരു എക്സ്പീരിയൻസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ 398 റുപ്പീസിന് ഇത് ശരിക്കും വേർത്താണ്. എന്താണ്, നമ്മുടെ സൈസ് തന്നെ വാങ്ങിയാൽ മതിയാവും. ഇപ്പോൾ വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ചെറുതായിട്ടൊന്ന് ചുരുങ്ങും. അതേ ഉള്ളൂ ഒരു മെറ്റീരിയലിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്. പിന്നെ അതുപോലെ ഇത് ചിലപ്പം നമ്മൾ അയൺ ചെയ്തിട്ട് വേണം വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും വെയർ ചെയ്യാൻ. അല്ലാന്നുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഇതിപ്പോൾ വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ വന്നത്. ഒരു ചെറിയ രീതിയിലൊരു എന്താണ് മെറ്റീരിയലിനൊരു ഇത് വന്നിട്ടുണ്ട്. അല്ലാതെ കളർ ഫെയ്ഡിങ്ങോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടില്ല. അടിപൊളിയാണ്. അടുത്തത് ഞാൻ കാണിക്കാൻ പോകുന്ന കുർത്തി നിങ്ങൾ ഒരുപാട് ആൾക്കാർ ഇൻസ്റ്റയിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും ഒക്കെ വെയർ ചെയ്ത് കണ്ടിട്ടുള്ള ഒരു കുർത്തിയാണ്. ഇതിൻ്റെ പ്രൈസാണ് ശരിക്കും ഞെട്ടിക്കുന്നത്. ഞാനിത് വാങ്ങിയപ്പോൾ ഉള്ള പ്രൈസ് എന്ന് പറയുന്നത് 252 റുപ്പീസാണ്. 252 രൂപയ്ക്കാണ് ടോപ്പ് ആൻഡ് ബോട്ടം സെറ്റ് കിട്ടിയിട്ടുള്ള. എൻ്റെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്കറിയാം, ഞാൻ എൻ്റെ ചാനലിലെ വീഡിയോസിൽ തന്നെ ഇത് എത്ര നാൾ മുമ്പ് വാങ്ങിയതാണ്, അതുപോലെ എത്ര തവണ ഞാൻ ഇട്ടിട്ടുണ്ടെന്നുള്ളത്. അപ്പോഴൊക്കെ ഇത് വാഷ് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് പ്യുവർ കോട്ടണിൽ വന്നിട്ടുള്ളൊരു കുർത്തിയാണ്. ഇതിൻ്റെ മെറ്റീരിയൽ പ്യുവർ കോട്ടൺ ആണ്. ബട്ട് ഇത് അലക്കി കഴിഞ്ഞപ്പോൾ ചുരുങ്ങിയോ ഒന്നും ചെയ്തില്ല. ഈ പ്രിൻസിൻ്റെ കളർ ഒന്നും, ഞാൻ വിചാരിച്ചത് മേ ബി ഇതിൻ്റെ കളർ ഇളകി ഇവിടെ പിടിക്കുമോ എന്നൊക്കെ ഉള്ളൊരു പ്രശ്നം ഉണ്ടാവും എന്നാണ് വിചാരിച്ചത്. പക്ഷെ അങ്ങനെ ഒന്നും ഉണ്ടായില്ല. പിന്നൊരു ഡ്രോബാക്ക് വന്നത് ഇതിൽ കൊടുത്തിരിക്കുന്ന ഈ ലേസ് ഡീറ്റെയിലിംഗ് ഉണ്ടല്ലോ, ലൈക്ക് ഇതിൻ്റെ മാത്രം കളർ ഒന്ന് ഡിം ആവുന്നുണ്ട് വാഷിൽ. സെയിം മെറ്റീരിയൽ തന്നെയാണ് ബോട്ടം വന്നിട്ടുള്ളത്. കണ്ടോ, ഈ ഒരു ഫുള്ളി ഇലാസ്റ്റിക് ആയിട്ടുള്ള ഒരു ബോട്ടാണ് വന്നിട്ടുള്ളത്. ഈ ബോട്ടത്തിൻ്റെ എൻഡിലും ഈ ഒരു സെയിം ലേസ് ഡീറ്റെയിലിംഗ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആ ലേസിൻ്റെ മാത്രം കളറ് കുറച്ചൊന്ന് ഫെയ്ഡ് ആവും വാഷ് ചെയ്ത് കഴിയുമ്പോൾ. അല്ലാതെ ഈ കുർത്തീൻ്റെ മെറ്റീരിയലിന് ഒരു പ്രശ്നവുമില്ല. നല്ല രീതിയിൽ ഇതും വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയൺ ചെയ്യേണ്ട ആവശ്യമില്ല. ഇതിലങ്ങനെ ചുളിവും കാര്യങ്ങളൊന്നും വരില്ല. കോട്ടൺ ആയതുകൊണ്ട് ഈ റയോൺ അല്ലെങ്കിൽ റയോൺ മെറ്റീരിയലും റയോൺ എന്ന് പറഞ്ഞു കൊടുത്തിരിക്കുന്ന മെറ്റീരിയലിന് കുഴപ്പമില്ല. വിസ്കസ് റയോൺ എന്ന് പറഞ്ഞ് വരുന്ന മെറ്റീരിയൽ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ട്. ലൈക്ക് വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിങ്ങനെ ചുളുങ്ങിക്കൂടും. അപ്പോൾ നമ്മളൊന്ന് അയൺ ചെയ്തിട്ട് ഇടുകയാണെന്നുണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. അപ്പോൾ ഈ 3 കുർത്തീസാണ് ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ആഫ്റ്റർ വാഷ് റിവ്യൂ എന്ന് പറയുന്നത്. അപ്പം ഇതിൻ്റെ എല്ലാം ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അപ്പോൾ നിങ്ങൾക്ക് ചെക്കൗട്ട് ചെയ്ത് നോക്കാമല്ലോ. അപ്പോൾ ഈ സെയിം തന്നെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ യാതൊരു കംപ്ലയിൻസോ കാര്യങ്ങളോ നിങ്ങൾ വാഷ് ചെയ്ത് കഴിഞ്ഞാലും ഈ കുർത്തീസിനൊന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ ഇങ്ങനത്തെ ഒരു കണ്ടന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് യൂസ്ഫുൾ ആകുമെന്ന് തോന്നി. കാരണം നമ്മൾ എന്തായാലും ഡ്രസ്സ് വാഷ് ചെയ്യാതെ ഒരിക്കലും ഇരിക്കത്തില്ല. അപ്പോൾ നമ്മൾ ഇത്രയും പ്രൈസ് കുറവുള്ള ഒരു പ്രൊഡക്റ്റ് വാങ്ങി വാഷ് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ കളറും കാര്യങ്ങളൊക്കെ ഫെയ്ഡായിപ്പോയി അല്ലെങ്കിൽ ചുരുങ്ങിപ്പോയി. അപ്പോൾ നമ്മൾ എക്സാക്ട് സൈസിൽ വാങ്ങിയിട്ട് അത് ചുരുങ്ങിപ്പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്കത് യൂസ് ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ അത് ടൈറ്റ് ആയി പോവും. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയിട്ട് കോൺഷ്യസ് ആയിട്ടുള്ള ആൾക്കാർക്ക് എന്തായാലും ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആവും. പിന്നെ ഇതെല്ലാം തന്നെ സ്ലീവ്ലെസ് ആണ് വന്നിട്ടുള്ളത്. സ്ലീവ് ഉള്ളിൽ ഇതിനൊന്നിനും തന്നെ ഫാബ്രിക് കൊടുത്തിട്ടില്ല. അപ്പോൾ സ്ലീവ്ലെസ് വെയർ ചെയ്യുന്നവർക്കാണെങ്കിൽ കുറച്ചും കൂടി ഈ വീഡിയോ ഹെൽപ്ഫുൾ ആവുക.
പിന്നെ അറിയാലോ ഇന്നിപ്പോൾ ഓൾമോസ്റ്റ് എല്ലാവരും തന്നെ സ്ലീവ്ലെസ് വെയർ ചെയ്യുന്നവരാണ്. കോളേജിലൊക്കെ പോകുന്ന ടീനേജേഴ്സിനാണെങ്കിൽ പറ്റിയിട്ടുള്ള കോട്ട് സെറ്റ്സ് ആണ് ഞാനിപ്പോൾ ഇതിൽ കാണിച്ചിട്ടുള്ളത്. അടിപൊളി മെറ്റീരിയൽ ആണ്, അതുപോലെ വളരെ അഫോർഡബിൾ പ്രൈസിലുമാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പ്രൊഡക്റ്റിൻ്റെ ലിങ്ക്സ് എല്ലാം ഞാൻ താഴെ കൊടുത്തേക്കാം, നിങ്ങൾ ചെക്കൗട്ട് ചെയ്ത് നോക്കുക. പ്രൈസിൽ ചിലപ്പോൾ വേരിയേഷൻ വന്നിട്ടുണ്ടാവും. ഞാൻ പലപ്പോഴായിട്ട് വാങ്ങിയിട്ടുള്ള കുർത്തീസ് ആണല്ലോ. പിന്നെ അറിയാലോ മീഷോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നോ ഡാമേജിൻ്റെ റിട്ടേൺ ഓപ്ഷനിൽ സെലക്ട് ചെയ്യുകയെന്നുണ്ടെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഡിസ്കൗണ്ട്സ് ഉണ്ടാവും. അപ്പോൾ ഞാൻ ഇതെല്ലാം തന്നെ അങ്ങനെയും കൂടി വാങ്ങിയിട്ടുള്ളതാണ്. പിന്നെ ഓൺലൈൻ പേയ്മെൻറ്റിന് എഗെയിൻ ഒരു ഡിസ്കൗണ്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രൈസാണ് നമ്മൾ ഗ്രീൻ കളറിൽ മീഷോയിൽ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യാൻ നേരത്ത് പ്രൈസിൻ്റെ അവിടെ കാണിക്കുക. അപ്പം എക്സാക്ട് പ്രൈസ് ചിലപ്പോൾ 300 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡിസ്കൗണ്ട് എല്ലാം കഴിച്ചിട്ട് ചിലപ്പോൾ 280 ആ ഒരു റേഞ്ചിനായിരിക്കും കിട്ടുക. അപ്പോൾ അതും കൂടി നിങ്ങളൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും, അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. Till then, bye from Lakshmi.